കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനം പുരോഗമിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. നാളെയാണ് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കുക. നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് അവതരിപ്പിക്കും. കൊല്ലത്ത് നിന്ന് സെയ്ഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇന്നിനിപ്പോൾ അതിനുശേഷം നടക്കാൻ പോകുന്ന കാര്യപരിപാടികളൊക്കെ എങ്ങനെയാണ്? രാവിലെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിനുശേഷം കുറച്ച് സമയത്ത് ബ്രേക്കിനെ തുടർന്ന് പിന്നീട് CPMന്റെ സമ്മേളനം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇപ്പോൾ സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ദിവ്യ, അത് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 4 മണിക്ക് നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ അവതരിപ്പിക്കുന്നുണ്ട്. ആ രേഖയിന്മേൽ 4 മണിക്കൂറാണ് ചർച്ച നടക്കുന്നത്. ഇന്നിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകുന്ന സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച അത് നാളെ മറ്റന്നാളുമാണ് നടക്കുന്നത്. ഇന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് അവതരണത്തിന് ശേഷം രാത്രിയോടുകൂടി വിവിധ ജില്ലകളിൽ നിന്ന് ഉള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഗ്രൂപ്പ് ചർച്ച ഉണ്ടാകും. ആ ഗ്രൂപ്പ് ചർച്ചയിലാണ് നാളെ പൊതുചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ പറയണം. ഗ്രൂപ്പ് ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ ഗ്രൂപ്പ് ചർച്ചയിലാണ് നിശ്ചയിക്കുന്നത്. അവർ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്ന് ഗ്രൂപ്പ് ചർച്ചയിൽ തീരുമാനിക്കും. വിവിധ വകുപ്പുകൾക്കെതിരായ വിമർശനം ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനം വരെ ഉയർന്നു വന്നിരുന്നു. അത് അതേ രീതിയിൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്ന് ഗ്രൂപ്പ് ചർച്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതിനുശേഷം നാളെ പൊതുചർച്ചയിൽ അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകും. അതിന് പിന്നാലെ 2 ദിവസത്തെ ചർച്ച, മുഖ്യമന്ത്രിയുടെ രേഖയിന്മേലുള്ള 4 മണിക്കൂർ ചർച്ച, അതിനുശേഷം മുഖ്യമന്ത്രി ആ വിഷയത്തിൽ മറുപടി നൽകും. പിന്നീട് സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് മറുപടി നൽകുന്നത്. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് സംസ്ഥാന സെക്രട്ടറിയെ പിന്നീട് ആ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. എന്തായാലും CPMനെ സംബന്ധിച്ച് വളരെ നിർണായകമായ 3ാം തുടർഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് CPM നടത്തുന്നു എന്ന് പറയുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഭാഗമാണ് സംഘടനാ റിപ്പോർട്ട് അവതരണം. അതിനുശേഷം വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ അവതരിപ്പിക്കും. ദിവ്യ, സൈഫ്, നമുക്കറിയാം ജില്ലാ സമ്മേളനം വരെ, ബ്രാഞ്ച് സമ്മേളനം തൊട്ട് ജില്ലാ സമ്മേളനം വരെ രൂക്ഷമായ വിമർശനം 2ാം പിണറായി സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, മറ്റ് വിവിധ വകുപ്പുകൾക്കെതിരെ ഉയർന്നു വന്നിരുന്നു. സമാനമായ രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങൾ ഈ പ്രതിനിധി സമ്മേളനത്തിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ചർച്ചയിലുമൊക്കെ ഉയർന്നു വരാനിടയില്ലേ? അങ്ങനെ ഉയർന്നു വരേണ്ടതാണ് ദിവ്യ. കാരണം ജില്ലാ സമ്മേളനത്തിന്റെ ഒരു ആകെ ക്രോഡീകരിച്ച റിപ്പോർട്ടാണ് സംഘടനാ റിപ്പോർട്ടായിട്ട് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളന കാലയളവ്, അതായത് എറണാകുളം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം കൊല്ലം സമ്മേളനത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ 3 വർഷം പാർട്ടിക്കുണ്ടായ നേട്ടങ്ങൾ, കോട്ടങ്ങൾ, തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ, ഇതെല്ലാം വിലയിരുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടാണ്, സംഘടനാ പ്രവർത്തന റിപ്പോർട്ടാണ് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുണ്ട്, തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളുണ്ട്, എന്തുകൊണ്ട് തോറ്റു എന്ന പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്, ഓരോ വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകളുണ്ട്, അത് ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനങ്ങളുണ്ട്, ഓരോ വകുപ്പ് ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. അത് CPIMന്റെ മന്ത്രിമാർ മാത്രമല്ല, മറ്റു വകുപ്പുകളിലെ മറ്റു പാർട്ടികളിലെ മന്ത്രിമാരെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ ഉണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെയുള്ള എല്ലാ സംഭവങ്ങളും ആ റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പ് ചർച്ചയിലേക്ക് വരുമ്പോൾ ഇന്ന മേഖലയിൽ പ്രശ്നമുണ്ട്, ഇന്ന വകുപ്പിന് പ്രശ്നമുണ്ട്, ഇന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ശരിയല്ല, അങ്ങനെ തരത്തിലുള്ള വിമർശനങ്ങൾ ഗ്രൂപ്പ് ചർച്ചയിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. അതാണ് പൊതുചർച്ചയിലേക്ക് അംഗങ്ങൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന വിമർശനങ്ങളുടെ സ്വഭാവത്തെക്കാൾ കൊടുത്തുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ള ചർച്ചയും വിമർശനങ്ങളും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ,